ഈ സഹോദരങ്ങളെ എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ വേറെ എന്തൊക്കെയാണ്? എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടാവുമല്ലേ? സമയം ഒത്തിരിയായി. പിന്നെ വേറെന്താണ്? ഇന്ന് ജോലിയാണോ എല്ലാവർക്കും? അതേ അവധിയാണോ? പിന്നെ വേറെന്താണ്? ഞാൻ ഇന്ന് കുക്ക് ചെയ്തതെന്ന് വെച്ചാലേ ഒന്ന് ചക്ക എരിശ്ശേരിയാണ് കേട്ടോ. എരിശ്ശേരി എന്ന് പറയുമ്പോൾ ഒരുപാട് നീട്ടിയിട്ടല്ല, എങ്കിലും കുറച്ച് നീട്ടി വെച്ചു. പക്ഷേ അത് ഇച്ചിരി കട്ടിയായിട്ടുണ്ട്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കളറല്ലേ. പിന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ ചേർത്തു എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും, പിന്നെ ഒരേ ഒരു പച്ചമുളകും, പിന്നെ കറിവേപ്പിലയും കൂടെ തേങ്ങയും അരച്ചു കേട്ടോ. ഇഞ്ചിയും നമ്മുടെ കുരുമുളകും ചക്കയ്ക്ക് ഒരുപാട് നല്ലതാണ്. ടേസ്റ്റും വരും, നമുക്ക് വയറുവേദനയൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് ഇഞ്ചിയും നമ്മുടെ കുരുമുളകും. അതുപോലെ വെളുത്തുള്ളിയൊക്കെ നല്ലതല്ലേ ചക്കയ്ക്ക്. പിന്നെ ജീരകവും, ഒരേ ഒരു പച്ചമുളകും, പിന്നെ കറിവേപ്പിലയും. എന്തെന്ന് വെച്ചാൽ ഞാൻ കുരുമുളക് ചേർത്തത് കൊണ്ടാണ് ഞാൻ ഒത്തിരി പച്ചമുളക് ചേർക്കാത്ത കേട്ടോ. ഒരേ ഒരു പച്ചമുളകേ ചേർത്തോളൂ. എന്നിട്ട് തേങ്ങയും കൂടെ അരച്ചിട്ട് പിന്നെ നമ്മുടെ ചക്ക വെന്തപ്പോഴത്തേക്ക് ഉപ്പും ചേർത്ത് കുറച്ചുകൂടെ വേവിച്ചിട്ട് അതിനകത്ത് ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് ഞാൻ ഇളക്കിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ നീണ്ടിട്ടാണ് ഇരുന്നത്. ഇപ്പോൾ അങ്ങ് കട്ട് ചെയ്തത്. നല്ല ചക്കയാണ് ഇത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ കടു വറുത്ത് തേങ്ങ ഇച്ചിരി ഒരു 2 നമ്മുടെ ഇത് ഉഴുന്ന് പരിപ്പ്, ഒരു 2 ഉഴുന്ന് പരിപ്പും കടുവും, പിന്നെ ജീരകം ഇട്ടായിരുന്നു പൊട്ടിച്ച്. നല്ലതാണ് ജീരകം ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ. കടുകും ജീരകവും നമ്മളൊരു ശകലം ഉഴുന്ന് പരിപ്പും കൂടെ പൊട്ടിച്ച് തേങ്ങയും കൂടെ വറുത്ത് കറിവേപ്പില ഇട്ട് അതിനിടയ്ക്ക് തന്നെ തണ്ട നമ്മുടെ വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട്. കൂടെ കടു വറുത്ത് ഇട്ട്. ഞാൻ ചുമന്ന മുളക് ചേർത്തില്ല കേട്ടോ, ചുമന്ന ഉള്ളി ചേർത്തില്ല കേട്ടോ. ജീരകമല്ലേ, അപ്പോൾ ഇത് വെളുത്തുള്ളിയൊക്കെ ചേർത്തില്ല. ചുവന്ന ഉള്ളി ഞാൻ കടുവറുക്കാൻ ചേർത്തില്ല. എന്നിട്ട് ഞാനിങ്ങനെ കടുവറുത്തിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇട്ടേക്കുവാണ് കേട്ടോ. ഇതിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് ആക്കിയതേ. ഇങ്ങനെ കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. നല്ലൊരു മണവും. ഞാൻ കൂട്ടി നോക്കി, നല്ല ടേസ്റ്റും ഉപ്പുമൊക്കെ പാകത്തിന്. ഇതെല്ലാം കൂടെ നല്ല കുഴച്ച് ചേർക്കണം കേട്ടോ. നല്ല കളർഫുള്ളല്ലേ. പിന്നെ രസം വെച്ച് ഞാൻ കേട്ടോ. ചക്കയ്ക്ക് രസമാണ് ഏറ്റവും നല്ലത്. രസം എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും കറിവേപ്പിലയും പച്ചമുളകും ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ രസം. മനസ്സിലായോ? പുളിങ്കറിയല്ല. പുളിങ്കറി വേറെ കളറിലിരിക്കും. ഇത്രയൊന്നും ചേരുവക വരത്തില്ല പുളിങ്കറിക്ക്. രസം ഇപ്പോൾ ഞാൻ എങ്ങനെ വെച്ചാൽ ശരി, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എടുക്കാൻ പറ്റി ഇച്ചിരി നേരത്തെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനിപ്പോൾ ഇതിൽ ചേർത്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ച്, കുരുമുളകും കൂടെ ചതച്ച്, ജീരകവും കൂടെ ചതച്ച് മാറ്റി വെച്ചിട്ട്, പിന്നെ നേരത്തെ പുളി വെള്ളത്തിലിട്ടിട്ട് പിന്നെ കടു പൊട്ടിച്ച് ആ കടു പൊട്ടിച്ചതിൽ തന്നെ ഇത് ഉലുവ വറുത്തതുണ്ടായിരുന്നു. വറുത്ത ഉലുവ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചപ്പോൾ അതിൽ കൂടി ഇട്ടൊന്ന് അരങ്ങിയെടുത്ത്. അപ്പോൾ ഇഞ്ചിയായി, വെളുത്തുള്ളിയായി, കുരുമുളകായി, പിന്നെ ഉലുവയായി. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് കടു പൊട്ടിച്ചിട്ട് നമ്മുടെ വറ്റൽ മുളകും കൂടെ ഇട്ട് കടു പൊട്ടിച്ചിട്ട് അതിനിടയ്ക്ക് തന്നെ ഞാനിത് പൊട്ടിച്ച കൂട്ടത്തിൽ നമ്മുടെ ഈ പച്ചമുളകുണ്ടല്ലോ, നമ്മുടെ കടമുളകും ഉണ്ട്, ഈ മുളകും കൂടെ അതിനകത്തോട്ട് അങ്ങനെ വഴറ്റിയിട്ട് കറിവേപ്പിലയിട്ട് വഴറ്റിയെടുത്തിട്ട് ഈ ചതച്ചെടുത്ത സാധനങ്ങളെല്ലാം കൂടെ അതിനകത്തോട്ട് നല്ല കുഴമറിയനെ നല്ല വഴറ്റിയെടുത്തിട്ട് പുളി പിഴിഞ്ഞ് അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു. പിഴിഞ്ഞൊഴിച്ച് നല്ല തിളച്ച് വന്നപ്പോഴത്തേക്ക് ഉപ്പുമൊക്കെ പാകത്തിന് ചേർത്തിട്ട് രസം ഒന്ന് 3/4 ഭാഗം റെഡിയായെന്നറിഞ്ഞപ്പോൾ ഞാൻ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില ഞാൻ മുറിച്ചിട്ട്. മല്ലിയില ഒരുപാട് വെന്താൽ കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അതൊന്ന് പച്ച വാടി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് ഈ ചൂടിൽ തന്നെ അങ്ങ് ഇത് മയങ്ങിക്കോളും. അങ്ങനെ രസവും വെച്ച് പാകത്തിന് ഉപ്പും പിന്നെ ലാസ്റ്റ് കായവും ചേർത്ത് എടുത്തു കേട്ടോ. അങ്ങനെ ഒരു രസമാണ് കേട്ടോ. പിന്നെ ചക്ക എരിശ്ശേരിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ എന്തുവാന്ന് വെച്ചാൽ ഞാനത് കാണിക്കുന്നില്ല. നമ്മുടെ ചാളക്കരിവാട്, ഉണക്കച്ചാള മീൻ, മത്തിയല്ല, ഉണക്കച്ചാള വറുത്തതാണ്. പിന്നെ ചോറുമാണ്. പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റ. അവിടെ ചേച്ചിക്ക് ചോറ് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. ടാറ്റ. എനിക്ക് തോന്നേരം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ബൈ.